യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. യമൻ ഭരണത്തിൽ സ്വാധീനമുള്ള ചില മുസ്ലിം മതപണ്ഡിതർ കേന്ദ്ര നിർദ്ദേശാനുസരണം ചർച്ചകൾ ആരംഭിച്ചിട്ടുമുണ്ട്. സാധ്യമായതെല്ലാം രാജ്യം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാടും അറിയിച്ചിരുന്നു. നയതന്ത്ര ചർച്ചകൾക്കപ്പുറം സ്വകാര്യ ചർച്ചകൾ നടക്കുന്നുമുണ്ട്. എന്നാൽ അത് പരസ്യമാക്കുന്നത് തിരിച്ചടിയാകുമെന്ന് അറ്റോർണി ജനറൽ കോടതിയിൽ തന്നെ സൂചിപ്പിച്ചിരുന്ന കാര്യവുമാണ്. വിവരങ്ങൾ നൽകാനായി നന്ദഗോപനും ഒപ്പം ദിസ്ന സുരേഷുമുണ്ട്. ആദ്യം പോകുന്നത് നന്ദഗോപനിലേക്കാണ്. നന്ദൻ, ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. കേന്ദ്ര നിർദ്ദേശാനുസരണം മുസ്ലിം മതപണ്ഡിതരടക്കം ചർച്ചകളിൽ പങ്കെടുക്കുന്നുമുണ്ട്. എങ്ങനെയാണ്, നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? രാഖി, നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ഇടപെട്ടിരുന്നു. അതായത് സാധ്യമായതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാരിന് മുന്നോട്ട് നീങ്ങാൻ, ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് നീങ്ങാൻ ഒരു പരിധിയുണ്ട്. ആ പരിധി വരെ ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാർ എത്തി നിൽക്കുകയാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ തന്നെ അറ്റോർണി ജനറൽ സുപ്രീം കോടതിയെ ധരിപ്പിച്ചിരുന്നു. അതായത് ഭാരതവുമായി ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവും യമനിലില്ല. നമ്മുടെ ഭാരതത്തിൻ്റെ എംബസിയോ അല്ലെങ്കിൽ എംബസിയിലെ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ യമനിലില്ല. മറിച്ച് യമനിലെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ സാധ്യമാക്കുന്നത് സൗദി അറേബ്യയുടെ എംബസി വഴിയാണ് അല്ലെങ്കിൽ ഭാരതം ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഭാരതം പലതവണ അനൗദ്യോഗികമായി തന്നെ പലതവണ കേന്ദ്ര സർക്കാർ യമനിലെ ചില ഈ ഭരണത്തിൽ സ്വാധീനമുള്ളവരുമായൊക്കെ തന്നെ ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ബ്ലഡ് മണി. അത് ഈ യമൻ നിയമപ്രകാരം ഒരു കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും, അതായത് ഇരയുടെ കുടുംബത്തിലെ മുഴുവൻ ആൾക്കാരും ഒരുമിച്ച് സമ്മതിച്ചാൽ മാത്രമേ ഈ ബ്ലഡ് മണി വാങ്ങിച്ചുകൊണ്ട് ഇതിൽ പ്രതിയായിരിക്കുന്ന ആളിനെ മോചിപ്പിക്കാൻ സാധിക്കൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഈ നിമിഷപ്രിയ വധിച്ചു എന്ന് പറയപ്പെടുന്ന ആളിൻ്റെ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും ഒരേപോലെ ബ്ലഡ് മണി വാങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും നിലനിൽക്കുന്ന പ്രധാന ഒരു പ്രശ്നം എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ യമനിലെ ചില ഗോത്രവർഗ വിഭാഗത്തിന് പ്രത്യേക അധികാരങ്ങളുണ്ട്. ഈ അധികാരങ്ങൾ ഏതെങ്കിലും തരത്തിൽ പ്രയോഗിക്കാൻ കഴിയുമോ എന്നുള്ളത് ചില മുസ്ലിം ഉന്നത പണ്ഡിതരും ഒക്കെയായി ചർച്ച ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു ചർച്ച അനൗദ്യോഗികമായി തന്നെ ഭാരത സർക്കാർ നടത്തുന്നുണ്ട്. അതിനായി പ്രത്യേക സംഘത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കുവാൻ തന്നെ നിയോഗിച്ചിട്ടുണ്ട്. അതേസമയം ഇത്തരം ചർച്ചകളുടെ വിശദാംശങ്ങൾ ഒരു കാരണവശാലും പുറത്തു പറയാൻ കഴിയില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. അത് ഏതെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ അതിനെ മറയ്ക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ തടയിടുവാൻ അത് ഉതകും. അതുകൊണ്ട് ഒരു തരത്തിലും ഇത്തരം ചർച്ചകൾ ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. അതേസമയം തന്നെ ഇത്തരം ചർച്ചകൾ എല്ലാ തരത്തിലും പുരോഗമിക്കുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ നിമിഷപ്രിയയെ മോചിപ്പിച്ചുകൊണ്ട് ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് ഭാരതത്തിൻ്റെ സർക്കാർ പരിശ്രമിക്കുന്നത്. അത്തരം ചർച്ചകൾ പുരോഗമിക്കുന്നതിനൊപ്പം തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം നിമിഷപ്രിയ സേഫ് ഫോറം ഹർജി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോടതിയും നിലപാട് വ്യക്തമാക്കിയാണ്. മറ്റൊരു ഇതര രാജ്യത്ത് നടക്കുന്ന സംഭവത്തിൽ ഒരു കാരണവശാലും സുപ്രീം കോടതിക്ക് ഇടപെട്ടുകൊണ്ടൊരു ഉത്തരവിടാൻ കഴിയില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അത്തരം സാഹചര്യം എന്താണ് സുപ്രീം കോടതിയുടെ സാഹചര്യം ലിമിറ്റ് എന്നുള്ളത് കോടതി ഈ ഒരു വിഷയത്തിൽ കോടതിയും വ്യക്തമാക്കിയുണ്ടായി. ഏതായാലും അത്തരം ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര സർക്കാർ വളരെ പോസിറ്റീവായി തന്നെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യമുണ്ടോ, പുതിയ ഏതെങ്കിലും വാതിലുകൾ തുറക്കുമോ എന്നുള്ളതൊക്കെ തന്നെയാണ് കേന്ദ്ര സർക്കാർ പരീക്ഷിക്കുന്നത്. പക്ഷേ യമനിലെ ഇത്തരം നിയമങ്ങൾ, അതായത് ഇപ്പോഴും ശരീഅത്ത് നിയമം കൂടുതലായി പ്രയോഗിക്കുന്നു. ഒപ്പം തന്നെ നെപ്പോളിയൻ വംശത്തിൽ നിന്നൊക്കെ തന്നെ ഉരുത്തിരിഞ്ഞ നിയമങ്ങളുടെ അല്ലെങ്കിൽ അങ്ങനെ പല നിയമങ്ങളുടെ ഒരു കൂട്ടായ്മ, ഒരു സംഗ്രമമാണ് യമനിൽ നടപ്പാക്കുന്നത്. നീതിന്യായ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ദുർബലമായ നിയമങ്ങളുള്ള രാജ്യങ്ങളിലൊന്നാണ് യമൻ എന്നുള്ളതും ഏറെ പ്രത്യേകതയാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് സ്ത്രീകൾക്ക് യാതൊരുവിധ സ്വാതന്ത്ര്യമോ എന്നതിനപ്പുറം സ്ത്രീകളുടെ വാക്കിന് വലിയ വില പരിഗണിക്കാത്ത അല്ലെങ്കിൽ വില നൽകാത്ത കോടതികളാണ് യമനിലുള്ളത്. പുരുഷന്മാരുടെ ദൃക്സാക്ഷി മൊഴിയിൽ സ്ത്രീകളെ അകാരണമായി ശിക്ഷിച്ച ഒത്തിരി സംഭവങ്ങൾ യമനിൽ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ അടക്കം വധിക്കുന്ന സാഹചര്യം, അവരിൽ മേൽ വധശിക്ഷ നടപ്പാക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വധശിക്ഷയിൽ തന്നെ പല രാജ്യങ്ങളെടുത്ത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ യമൻ വലിയ പ്രധാനപ്പെട്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. മുൻപന്തിയിലാണ് വധശിക്ഷയിൽ യമൻ നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. ഇത്തരം നിയമവ്യവസ്ഥകൾ പലപ്പോഴും യമനിലെ സാധാരണക്കാർക്ക്
തിരിച്ചടിയാകാറുണ്ട്. അതായത് കോടതികൾ ഏകപക്ഷീയമായി പലതരത്തിലും ഇത്തരം ഉത്തരവുകൾ ഇട്ടു. അങ്ങനെ പല ജീവനുകൾ പൊലിഞ്ഞ കഥകൾ, പല മനുഷ്യാവകാശ സംഘടനകൾ ഈ വിഷയത്തിൽ യമനിലെ ഇത്തരം വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഇതൊന്നും തന്നെ വിലപ്പോകുന്നില്ല, പ്രതിഫലിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ യമനിൽ ഈ കൊല്ലപ്പെട്ട നിമിഷപ്രിയ കൊന്നു എന്ന് പറയുന്ന വ്യക്തിയുടെ കുടുംബം, ആ കുടുംബത്തിൽ എല്ലാവരും ഒരേപോലെ ബ്ലഡ് മണി വാങ്ങാൻ തയ്യാറായാൽ ഈ വിഷയം പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ ഇതിന് കൃത്യമായി പരിഹാരം കാണുമെന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ആ രീതിയിലുള്ള ചർച്ചകൾ, അവരെ അനുനയിപ്പിക്കാൻ ഉതകുന്ന ചർച്ചകളാണ് ഇപ്പോൾ യമനിലെ മുസ്ലിം പണ്ഡിതരും ഗോത്രവർഗ വിഭാഗത്തിൻ്റെ തലവന്മാരും ഒക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രധാനമായും അത്തരം ചർച്ചകൾക്കാണ് ഇപ്പോൾ നേതൃത്വം നൽകുന്നത്. എന്നാൽ അനൗദ്യോഗികമായാണ് ഇത്തരം ചർച്ചകൾ എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. നന്ദൻ, അതുപോലെ തന്നെ ദിസ്ന കഴിഞ്ഞ ദിവസം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥനയിൽ യമനിലെ പ്രമുഖ മതപണ്ഡിതൻ ഹബീബ് ഉമറിന്റെ ഇടപെടലിൽ ഭരണ നിയമതലത്തിലൊക്കെ തന്നെ ചർച്ചകൾ നടന്നിരുന്നു എന്ന് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്ന കാര്യമാണ്. എങ്ങനെയാണ് അത് സംബന്ധിച്ചിട്ട് ദിസ്നയ്ക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും രാഗി, യമനിലെ നിയമവ്യവസ്ഥിതിയൊക്കെ പറ്റി നന്ദൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതിൽ പ്രധാനമായും ഇനി നിമിഷങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് അവശേഷിക്കെ. വലിയൊരു പ്രതീക്ഷ തന്നെയാണ് ആ കുടുംബത്തിലേക്ക് വന്നു ചേരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ സുന്നി പണ്ഡിതന്മാർ, അല്ലെങ്കിൽ സുന്നി പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ഈ മരിച്ച തലാലിന്റെ കുടുംബവുമായി ചർച്ച നടന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ ചർച്ചയുടെ പൂർണ്ണ വിവരങ്ങളൊന്നും തന്നെ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. പ്രധാനമായും മുന്നോട്ട് വെച്ച ആവശ്യം എന്ന് പറയുന്നത് ഈ ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകുക എന്നൊരു കാര്യമാണ്. പക്ഷേ അതിനോട് കുടുംബം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അത്തരത്തിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നതിന് ശേഷമേ ഇനി അടുത്ത നടപടികളിലേക്ക്, അല്ലെങ്കിൽ അടുത്ത ചർച്ചയുമായി ബന്ധപ്പെട്ട അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ചർച്ചകൾ നടക്കുന്നു. അതോടൊപ്പം തന്നെ കുടുംബത്തിന്റെ മറുപടിയും ഇപ്പോൾ നിർണായകമായ ഒരു നിമിഷമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ നേരത്തെ നന്ദൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദയാധനം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കുടുംബാംഗങ്ങളുടെയും സമ്മതം ആവശ്യമാണ്. ആ ഒരു കാര്യത്തിൽ ഇതുവരെ തീരുമാനം അറിയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ കുടുംബം മാപ്പ് പറഞ്ഞുകൊണ്ട് അവർ അത് സ്വീകരിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ചർച്ച ഇന്നലെ നടന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ കുടുംബത്തിന്റെ മറുപടി അനുസരിച്ചായിരിക്കും വരും ഘട്ടങ്ങളിലെ ചർച്ച എന്നത് തന്നെയാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാൻ സാധിക്കുന്നത്. രാഗി, ശരി ദിസ്ന, യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ചർച്ചകളാണ് ഇപ്പോൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള നിമിഷങ്ങൾ, ഓരോ നിമിഷവും നിർണായകമാണ്. എങ്ങനെയെങ്കിലും വധശിക്ഷ ഒഴിവാക്കി കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്ന് വരികയാണ്. വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് നന്ദഗോപനും, ദിസ്ന സുരേഷ് കോഴിക്കോട് നിന്നുമാണ്.